ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ബിപിൻ സി വിജയനോടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ബിപിൻ, പറയൂ. ഇപ്പോൾ ആര്യടൻ ഷൗക്കത്ത് മിനർവപ്പടിയിലുള്ള മസ്ജിദിൽ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ അടുത്ത ഒരു മസ്ജിദിലേക്ക് പോവുകയാണ്. അദ്ദേഹം UDF സ്ഥാനാർത്ഥി ഈ ഒരു വലിയ പ്രചാരണത്തിന്റെ ഇടയിൽ അല്ലെ, എന്താണ് ഒരു ആശംസ? ഞാൻ എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ. ഈ ബലിപെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഒരു ത്യാഗത്തിന്റെ, ആത്മസമർപ്പണത്തിന്റെ, സഹനത്തിന്റെ ഒരു ഓർമ്മ പുതുക്കലാണ് പെരുന്നാൾ. എല്ലാവരെയും കുടുംബങ്ങളെ സന്ദർശിക്കുക, പിന്നെ അതേപോലെ തന്നെ അസുഖമായവരെ, ബാക്കിയുള്ളവർക്ക്, അതൊക്കെ തന്നെയാണ് ഈ പെരുന്നാൾ ദിവസവും പ്രധാനമായിട്ടും പറയുന്നത്. പിന്നെ പരിമിതമായ ആഘോഷങ്ങൾ. തെരഞ്ഞെടുപ്പിനിടയിലാണ് ഇപ്രാവശ്യത്തെ ബലിപെരുന്നാൾ. അതെ, തെരഞ്ഞെടുപ്പിനിടയിൽ ഈ 2 ദിവസം സത്യം പറഞ്ഞാൽ ഈ പര്യടന പരിപാടി ഒഴിവാക്കി പരമാവധി പേഴ്സണലായിട്ടൊക്കെ ആളുകളെ കാണുക എന്നുള്ള രൂപത്തിലാണ് പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഈ മുക്കട്ടപ്പള്ളിയിൽ എൻ്റെ പിതാവിൻ്റെ കബറിടത്തിലേക്കാണ് പോകുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ കുടുംബം മുഴുവൻ ഉണ്ടാവും അല്ലേ? ആര്യടൻ കുടുംബം മുഴുവൻ ഇന്നിപ്പോൾ എല്ലാ പെരുന്നാളിനും അങ്ങനെ തന്നെയാണോ? ഇതിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കുടുംബങ്ങളൊക്കെ ഞങ്ങളെ വീടായ തറവാട്ടിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പം എല്ലാവരുമായിട്ട്, കുടുംബങ്ങളും കൂട്ടുകുടുംബങ്ങളും എല്ലാവരുമായിട്ടൊരു സൗഹൃദം പങ്കിടാനുള്ള സന്തോഷം പങ്കുള്ള ഒരു ദിവസം കൂടിയാണ്. എല്ലാ നേതാക്കളും ഉണ്ട് നിലമ്പൂരിൽ അല്ലേ ഇപ്രാവശ്യം? എല്ലാ നേതാക്കളും ഉണ്ട്. ശരി. SKN അപ്പോൾ അദ്ദേഹം ഇനിയിപ്പോൾ മുക്കട്ട മസ്ജിദിലേക്ക് പോവുകയാണ്. അതിനുശേഷം ഇന്ന് ഒരു ആദിവാസി നഗറിലാണ് അദ്ദേഹം അതിനുശേഷമുള്ള ഇന്നത്തെ ഒരു പ്രചാരണമുള്ളത്. ഒരു പര്യടനമായിട്ട് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് ഈ 2 ദിവസത്തെ ഒരു പ്രത്യേകത. UDF സ്ഥാനാർത്ഥി മുഴുവനായിട്ട് കുടുംബത്തോടൊപ്പം ഒപ്പം തന്നെ പ്രമുഖ വ്യക്തികളെയൊക്കെ കാണുന്ന ഒരു തിരക്കിലാണ്. 2 ദിവസത്തേക്ക് ഈ ഒരു പല വിവാദങ്ങളും ഉണ്ടായിരുന്നു. അതിനൊക്കെ ചെറിയൊരു ഇടവേള കൊടുത്തുകൊണ്ട് എല്ലാവരും തന്നെ ആ ഒരു ബലിപെരുന്നാൾ സന്തോഷത്തിലേക്ക് നിലമ്പൂരും ആ ഒരു ഉപതെരഞ്ഞെടുപ്പ് ചൂടൊക്കെ അല്പം ഒന്ന് വിശ്രമിക്കുകയാണ്. SKN. ബിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.